കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നിങ്ങളിത് അറിയുന്നില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു എന്നുള്ള അറിവാണ് ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ അകറ്റുന്നത്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഒരു കാലഘട്ടത്തിൽ, ബാല്യകാലത്തിൽ, ഒരവസരത്തിൽ നമ്മൾ മനസ്സിലായി നമുക്കൊരാത്മാവുണ്ടെന്ന്. അത് ആദ്യത്തെ അറിവ്. ആത്മീയ ദാരിദ്ര്യം അപ്പോൾ തന്നെ നമ്മളിൽ നിന്നും വിട്ടുപോവുകയാണ്. നമുക്കൊരു ആത്മാവുണ്ട്. നമ്മളൊരു നിധി കണ്ടെത്തിയിരിക്കുന്നു. ആ നിധി കണ്ടെത്തുന്നവർ ആ വയൽ വാങ്ങുന്നു. ഒരു വയലിൽ ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നു. ആ നിധിയാണ് നമ്മളിൽ വസിക്കുന്ന ദൈവാത്മാവ്. അത് കണ്ടെത്തുന്നവൻ ആ വയൽ മുഴുവനും വാങ്ങുന്നു. അതാണ് അടുത്ത പടി. നമ്മൾക്ക് ആത്മാവുണ്ടെന്ന് മനസ്സിലാക്കി ഒരു കാലഘട്ടത്തിൽ. കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും മനസ്സിലായി നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് ലയിച്ചു ചേർന്നിരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം യേശുക്രിസ്തുവിനെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വചനം. യേശുവിനെ എല്ലാവരും കരമുയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഇതാണ് ആത്മീയ ദാരിദ്ര്യം അകറ്റി ആത്മാവ് ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് വിശുദ്ധിയുടെ വളർച്ചയിലേക്ക് വരുന്നതിന്റെ ഏറ്റവും വലിയ രഹസ്യം. വിശുദ്ധിയിൽ ജീവിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ നമ്മളിൽ വിശുദ്ധിയുടെ ജീവിതം, വിശുദ്ധിയിൽ ഉള്ള ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ ഈ രഹസ്യം നമ്മൾ പൂർണ്ണ ബോധ്യത്തോടുകൂടി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മൾക്കൊരു ആത്മാവുണ്ടെന്ന് മാത്രമല്ല, ആ ആത്മാവിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഈ രഹസ്യം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവം, യേശുക്രിസ്തുവിന് ഉയർപ്പ് നൽകിയ ആ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ ആത്മാവിൽ ലയിക്കണം. ഉയർപ്പിന്റെ ശക്തിയാണ് ദൈവിക ശക്തിയുടെ ഏറ്റവും അപരിമേയമായ ആ പർവ്വതത്തിന്റെ ഉയരത്തിൽ നിൽക്കുന്ന അവസ്ഥ. പർവ്വതത്തിന്റെ ഉയരങ്ങളിലേക്ക് നിങ്ങൾ പലായനം ചെയ്യണമെന്ന് പറയുമ്പോൾ ഉയർപ്പിന്റെ അനന്തമായ ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും ഉയർപ്പിന്റെ ശക്തി ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തുടിക്കണം. ആ ശക്തി കൊണ്ട് നമ്മൾ നിറയണം. വിശ്വാസത്തിന്റെ മേഖലയിൽ ഇതാണ് മറ്റൊരു വളർച്ചയ്ക്കുള്ള ആവശ്യം. നമ്മൾ കേട്ടിട്ടുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്.
വിശുദ്ധിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് തെറ്റുപറ്റാം. വിശുദ്ധിയുടെ ജീവിതത്തിൽ വളരണമെങ്കിൽ നമ്മൾക്ക് തെറ്റ് പറ്റാതിരിക്കണം അല്ലേ? തെറ്റ് പറ്റാതിരിക്കണം. ദൈവത്തിൻ്റെ ശക്തിയോ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക്. ഇപ്പൊ നമ്മളെല്ലാവരും കുറെ എല്ലാം വിശുദ്ധ ലിഖിതങ്ങൾ ഇപ്പൊ പഠിച്ചില്ലേ? വർഷങ്ങളായിട്ട് ധ്യാനിച്ചു. എത്ര ധ്യാനങ്ങൾ നമ്മൾ കൂടി, എന്തെല്ലാം സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു, ദൈവത്തിൻ്റെ ശക്തി പഠിച്ചു. എന്നിട്ടും ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ? തെറ്റുപറ്റാതെയുള്ള അവസ്ഥയാണോ? ആണോ? അല്ല എന്ന് പറയണില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇനിയും നമ്മൾ പലതും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളുടെ രഹസ്യം മനസ്സിലാക്കണം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പൊ തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ എന്ത് വേണം? തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അതിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു ധ്യാനത്തിൽ വരുമ്പോൾ ഒരു സഹോദരി എന്നെ അവിടെ കാത്ത് ഇരിക്കുകയാണ്. എന്നെ കണ്ട വഴി ഓടി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാനിങ്ങനെ ബ്രദർ വരുമ്പോൾ പെട്ടെന്നൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു അർജൻറ്റായിട്ടുള്ള കാര്യമാണ്. എന്താ പറഞ്ഞോ? ധ്യാനിക്കുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. അയാൾ മഹാപെശക. അയാൾ പല കൂടോത്രക്കാരുടെ അടുത്തും പോയിട്ടുള്ള ആളാണ്. അയാൾ പലതരത്തിലുള്ള പൂജ ചെയ്യുന്ന ആളാണ്. അയാൾക്ക് വേണ്ടി അയാൾ ഇവിടെ വന്നേക്കണത് ബ്രദറിൻ്റെ അടുത്തേക്ക് കയറാൻ വേണ്ടിയാ. ബ്രദർ അപ്പോൾ വളരെ സൂക്ഷിക്കണം. അയാളുടെ തലയിലെങ്ങാനും കൈവച്ച് പ്രാർത്ഥിച്ചാൽ അയാളിലുള്ള താത്താനൊക്കെ ബ്രദറിൻ്റെ അകത്തേക്ക് വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കരുത്. ഒരു വളർച്ചയായത്, ഇതും ഒരു വളർച്ചയാണ്. അപ്പം ഇത്രയും ധ്യാനം കൂടിയ ഈ ചെടുത്തി ഞാൻ അതിശയം വിചാരിക്കും, എന്തോരം ധ്യാനം കൂടിയിട്ടും ഇപ്പോഴും ആ സഹോദരിയുടെ വിശ്വാസത്തിൻ്റെ തലം എത്ര ശുഷ്കിച്ചതാണ്. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം, എന്താ നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം? നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം ഇതാണ്: എന്നിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഈ ലോകത്തിൽ 10,000-കണക്കിന് പിശാചുക്കൾ നമ്മുടെ ചുറ്റും ഉണ്ടായിക്കോട്ടെ, അവരവിടെ ഇരുന്നോട്ടെ. നമ്മുടെ വിശ്വാസം, നമ്മുടെ ബോധ്യവും നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിയും ഇതാണ്: എന്നിൽ വസിക്കുന്നവൻ ആരാണ്? എന്നിൽ വസിക്കുന്നത് ത്രിത്വൈക ദൈവമാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവാണ്. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവമാണ് നമ്മളിൽ വസിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പൈശാചികതകളെയും തകർത്തുകൊണ്ട്, ആ പൈശാചികതകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട്, യേശു പിശാചിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തകർത്തുകൊണ്ട് ഇതാ മരണത്തെ ജയിച്ച് ഉയർത്തു വന്നിരിക്കുന്നു. ആ ഉയർപ്പിന്റെ ശക്തിയിലാണ് ഒരു ക്രിസ്ത്യാനി മുങ്ങിയിരിക്കുന്നത്, മാമോദിസ സ്വീകരിച്ചിരിക്കുന്നത്. ആ ശക്തി അവന്റെ ആത്മാവിൽ നിറഞ്ഞു ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ളത് അവനകത്തേക്ക് വരുമോ? The one who is inside you is greater than the one who is outside. ലോകത്തിലുള്ളത് ഏതാ? പിശാചായിരിക്കാം, അല്ലെങ്കിൽ ലൗകിക ശക്തികളായിരിക്കാം. ഉണ്ടായിക്കോട്ടെ. ഈ ശക്തികൾ എന്തെല്ലാം ഉണ്ടായാലും ആ ശക്തികളുടെ ഇടയിൽ, ആ ശക്തികളുടെ സമ്മർദ്ദം നിലനിൽക്കെ എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കണം, എത്തരത്തിലുള്ള ഒരു വിശുദ്ധിയാണ് ആ അശുദ്ധിയുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരുവന് ദൈവം നൽകുന്നത് എന്നതാണ് രഹസ്യം.
ഇത് മറ്റൊരു തരത്തിൽ ഉപമിക്കാം. ഞാൻ ഒരിക്കൽ കന്യാസ്ത്രീമാരെ കുറ്റം പറയാല്ല, ഒരു മഠത്തിൽ ചെന്നപ്പോൾ ആ മഠത്തിലെ സിസ്റ്റർമാർ പറഞ്ഞു, ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ഈ താമരക്കുളത്തിൽ താമര വളരുന്നില്ല, ഞങ്ങളുടെ കുളത്തിൽ താമര വളരുന്നില്ല. അതാണ് അവർക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ ശരി, നമ്മൾക്ക് നോക്കാം. ഞാൻ ആ താമരക്കുളത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ താമരക്കുളം അവർ പുതിയതാക്കി പണിതു, അതിനെ മനോഹരമാക്കിയിരിക്കുന്നു. അതിൻ്റെ കുളത്തിൻ്റെ അടിയിലുള്ള ചെളിയെല്ലാം വാരിക്കളഞ്ഞ് അത് സിമെൻ്റ് ഇട്ട് പോളിഷ് ചെയ്ത് നല്ല വളരെ സുന്ദരമാക്കി. അല്പം പോലും അതിൽ അശുദ്ധിയില്ല. ഞാൻ പറഞ്ഞു, ഈ കുളത്തിൽ താമര വളരില്ല. എന്തുകൊണ്ടാ? ഇത് വളരെ വിശുദ്ധമായിരിക്കുന്നു. താമര എങ്ങനെയുള്ള കുളത്തിലാണ് വളരുക? ചെളിയിലെ താമര വളരുള്ളൂ. ചെളി ഇതിൽ താമര വളരണമെങ്കിൽ നിങ്ങൾ കുറെ ചെളി വാരി ഈ കുളത്തിൽ ഇടുക, എന്നാ താമര വളരാം. തുടർന്ന് ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് കൊടുത്തു. അതെങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത് താമരയെ പോലെയുള്ള ഒരു ആധ്യാത്മികതയാണ്. ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത് ചെളിയിൽ വളരുന്ന താമര പോലെയാണ്. ചെളിയിൽ വളരുന്ന താമരയെങ്കിലും താമരയിൽ ചെളിയുണ്ടോ? താമരയിൽ ചെളിയുണ്ടോ? ഇല്ല. ചെളിയിലാണ് താമര വളരുന്നതെങ്കിലും താമര എപ്പോഴും ആ ചെളിയിൽ നിന്നും പുറത്തേക്ക് വന്ന് വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനോഹാരിത. അപ്പോൾ ക്രിസ്തീയമായ വിശുദ്ധി എന്ന് പറയുന്നത് ജഡികതയുടെയും അശുദ്ധിയുടെയും മധ്യത്തിൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. എല്ലാ അശുദ്ധിയുടെയും മധ്യത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി. ചുറ്റുപാട് മുഴുവനും അശുദ്ധി നിറഞ്ഞൊരു ലോകമായിരിക്കാം. ജഡികതയും അശുദ്ധിയും നിറഞ്ഞ ഒരു ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ഉള്ള ആ ശക്തി ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുകയാണ്. പുറത്ത് അശുദ്ധി ഉണ്ടാകാം, പുറത്ത് പൈശാചികത ഉണ്ടാകാം, സർവ്വ അശുദ്ധ ശക്തികൾ നമുക്ക് എതിരെ പ്രലോഭനങ്ങൾ നടത്തുന്നുണ്ടാകാം. അതിൻ്റെ മധ്യത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ ഉള്ള, അശുദ്ധിയെ കീഴടക്കാനുള്ള, പാപത്തെ കീഴടക്കാനുള്ള ഒരു വെല്ലുവിളിയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ആ ശക്തി യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ശക്തിയാണ്. അപ്പോൾ നമ്മൾ കേട്ടു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിനക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ സഹോദരി ഇവിടെ വിശ്വാസം, ഞാൻ ആ മകളെ പറഞ്ഞു മനസ്സിലാക്കി. ദൈവം വന്നിരിക്കുന്നത് ഈ അശുദ്ധിയും പൈശാചികതയും നിറഞ്ഞ ലോകത്തിൽ വസിക്കുന്നവരെ പ്രാർത്ഥിച്ച് അവരിലേക്ക് ദൈവികത പകർന്ന് അവരെ അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ദൈവരാജ്യം പടരും? ഇതാണ് ഇന്ന് പല പ്രയർ ഗ്രൂപ്പുകളുടെയും അവസ്ഥ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ചിലർ വന്ന് സാക്ഷ്യപ്പെടുത്തി. അതാണ് ഞാൻ ഇപ്പോൾ ഒരു സഹോദരി പറയുകയാണ്, ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ പോയി പറഞ്ഞു, എൻ്റെ അയൽവക്കത്ത് ഒരു വീട്ടിൽ വളരെ പ്രശ്നങ്ങളാണ്, നിങ്ങൾ അവിടെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇല്ലില്ല അവിടെ പോകരുത്, അവിടെ ഭയങ്കര ബന്ധനമാണ്. അപ്പോൾ പ്രയർ ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കി. പ്രയർ ഗ്രൂപ്പുകാർ പറയുകയാണ് അവിടെ വലിയ ബന്ധനമാണ്, അവിടെ പോകരുത്. അപ്പോൾ പിന്നെ എന്ത് പ്രാർത്ഥന അവിടെ ചെയ്യണേ? എന്താ നമ്മുടെ ശക്തി? കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പോവുക, അന്ധകാരത്തിലേക്ക് പ്രകാശമായി പോവുക. Go and cast out demons in my name. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാചുക്കളെ പുറത്താക്കുക. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ പിശാചിനെ ഭയപ്പെടരുത്, മറിച്ച് ക്രിസ്ത്യാനിയെ കാണുമ്പോൾ പിശാച് ഭയപ്പെട്ട് ഓടണം. അവൻ ക്രിസ്ത്യാനിയാണ് കേട്ടോ, നമുക്ക് ഇവിടുന്ന് പോകാം, അവൻ്റെ അടുത്ത് പോയാൽ പ്രശ്നമാണ് എന്ന്. അപ്പോൾ ക്രിസ്ത്യാനി, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ട് എന്ന ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി പോകുന്ന വഴിയിൽ സാത്താൻ അവനെ കണ്ട് ഓടും. ഇത് ഒരു സ്വാഭാവിക ശക്തിയാണ്. എന്തുകൊണ്ടാണ് ആ ശക്തി നമ്മളിൽ വസിക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തിയാണ്. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിഞ്ഞാത്തത് കൊണ്ടല്ലേ. വിശുദ്ധ ലിഖിതങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ദൈവിക ശക്തിയും
ഉയർപ്പിന്റെ ശക്തി എന്ന ആ ദൈവശക്തിയുടെ ഉന്നതമായ ഏറ്റവും അപരിമേയമായ ആ ശക്തിയെ നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒന്ന്, ഇനിയും വീണ്ടും വിശദീകരണം ആവശ്യമുള്ള ഒന്ന്, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം, ഉടമ്പടി, ശപഥം, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇനി മറ്റൊന്ന് നമ്മൾ അറിയേണ്ടത്, നമ്മുടെ വിശുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊന്ന് എന്താ അറിയേണ്ടത്? വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തി. ഓക്കെ, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് പ്രതിപാദിക്കാം. എന്താ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്? ദൈവത്തിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ ഒരു പ്രകടനം എന്തായിരുന്നു? വാട്ട് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹൈയസ്റ്റ് പവർ ഓഫ് ഗോഡ്? ദൈവത്തിന്റെ ശക്തി ഏറ്റവും ശക്തമായി പ്രകടിപ്പിച്ച ഒരു അവസരം എന്താ? ഒന്ന് പറഞ്ഞേ. 40 ദിവസം ഉപവാസിച്ചത്, പിന്നെ വേറൊന്ന്, ശബ്ദം ഉയർത്തി പറഞ്ഞേ. ഉയർത്തെഴുന്നേറ്റത്, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. അപ്പോ യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കുന്നതും ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ സ്വർഗത്തിൽ തന്റെ വലതുവശത്ത് വസിക്കുന്നതിൽ ഇരുത്തിയതും അതിൽ പ്രവർത്തിച്ച ശക്തിയാണ് ഏറ്റവും ഉന്നതമായ ശക്തി. അതാണ് ഒരു ക്രിസ്ത്യാനിയിലേക്ക് ഒഴുകിയിരിക്കുന്നത്. എഫേസ്യർ അധ്യായം 1, എഫേസ്യോസുകാർക്ക് ലേഖനം അധ്യായം 1, 18 മുതലുള്ള വചനം വായിക്കാം. 18. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രം എന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. Praise the Lord. Hallelujah. ഈ 3 വാചകങ്ങളിൽ വലിയ ദൈവിക രഹസ്യം കുടികൊള്ളുന്നു. ഇവിടെയും വാഗ്ദാനത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് കാണാം. മറ്റൊന്ന്, നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ആത്മാവിൽ നമുക്കൊരു ആന്തരികമായ വിശുദ്ധീകരണം വേണം. നമ്മുടെ ആത്മീയ നയനങ്ങൾ പ്രകാശിക്കപ്പെടണം. 18-ാമത്തെ വചനം ഒന്ന് വായിച്ച്. 18 മാത്രം. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ്? ഏത് തരത്തിലുള്ള, എല്ലാവരും കരമുയർത്തി. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. കണ്ടോ? അപ്പോ ആദ്യം ഉണ്ടാകേണ്ടത് അവിടുന്ന് തന്നെ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. നമ്മുടെ ആ ഉൾക്കണ്ണ് തുറക്കണം. അങ്ങനെ തുറക്കപ്പെടുമ്പോൾ ആദ്യം നമ്മൾക്ക് മനസ്സിലാകുന്നത് വിശുദ്ധർക്ക്. ആരാണ് ഈ വിശുദ്ധർ? ആരാ വിശുദ്ധർ? വിശുദ്ധർക്ക് അവകാശമായ ആരാണ് ഈ വിശുദ്ധർ? ആരാ? ഓ, എല്ലാവരും ഒന്ന് പറഞ്ഞ, ആരാ ഈ വിശുദ്ധർ? കണ്ടോ, എല്ലാവരും വായ അടച്ചു വെച്ചിരിക്കുക. എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയ്, ആരാണ് ഈ വിശുദ്ധർ? ഇവിടെ ഇരിക്കുന്ന 10 പേരുടെ ഉത്തരം ഞാൻ കേൾക്കണുള്ളൂ. ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വന്നാലോ? ആരാണ് ഈ വിശുദ്ധർ? ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ വചനം മനസ്സിലാവും? മാമോദീസ സ്വീകരിച്ച് ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും ആരാ? ത്രിത്വൈക ദൈവം നമ്മളോട് കൂടെ ലയിച്ച് ചേർന്നിരിക്കുകയാണ്. പിന്നെ എന്ത് വേണം വിശുദ്ധിക്ക്? ആരാണ് ഈ വിശുദ്ധർ? നമ്മളെല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ സ്നാനപ്പെടുകയും ക്രിസ്തുവിന്റെ പരമപരിശുദ്ധമായ കൂദാശകളെല്ലാം സ്വീകരിച്ച നമ്മളാണ് ഈ വിശുദ്ധർ. ആ വിശുദ്ധരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മളാകുന്ന വിശുദ്ധർക്ക് അവകാശമുണ്ടെന്നാ പറയുന്നത്. എന്താ അവകാശം? നമുക്ക് ചില അവകാശമുണ്ട്. വിശുദ്ധർക്ക് അവകാശമായി
അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വാഗ്ദാനം. ഈ വാഗ്ദാനം ഒരുപാട് സ്ഥലത്ത് കാണാം. നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം. വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും. മഹത്വത്തിന്റെ സമൃദ്ധി. രാവിലെ നമ്മൾ ചിന്തിച്ചില്ലേ? സമൃദ്ധി, മഹത്വം, സമൃദ്ധി. യെസ്, കണ്ടിന്യൂ. നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്? വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തി. വായിച്ചെടുത്തത് 19. അതുവഴി എല്ലാവരും കരമുയർത്തി. അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാക്കട്ടെ. എത്ര വിശേഷണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, മനസ്സിലായോ? അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത, ആ പ്രാഭവപൂർണമായ ശക്തി, അതൊന്ന് മനസ്സിലാക്കണം. എന്താ ആ ശക്തി? ആ ശക്തി എവിടെയാ പ്രവർത്തിച്ച് നമ്മൾ കാണുന്നത്? യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി, ആ ശക്തിയാണ് വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിച്ചിരിക്കുന്നത്.